പെമ്പിള്ളേരല്ലേ ചിക്സ് എന്ന് പറയുന്നത്. അപ്പൊ കോഴി തന്നെ വിളിക്കാം, കുറച്ച് അത്രേ ഉള്ളൂ. എല്ലാ ആക്സസറീസും അടിച്ചു മാറ്റുന്നത് ഞാനാണ്. എല്ലാ ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിടുന്നത് നമ്മുടെ ആദ്യത്തെ പടായതും 100 പടായും 1000 പടം അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. ചേട്ടനെ കാണുമ്പോൾ ചോദിക്കണം വിചാരിച്ചൊരു കാര്യം. ഷൈനൊക്കെ ഓൾറെഡി ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഷൈൻ സിനിമയിലേക്ക് വന്നത്. നമ്മള് വലിക്കാൻ വേണ്ടി പോകാറുണ്ട്. കച്ചവടം ചെയ്യുന്നുണ്ടല്ലേ, കച്ചവടം ചെയ്യുന്ന പിടിക്കുന്നുണ്ടോ? കച്ചവടം ചെയ്യുന്ന അതിനല്ലേ പിടിക്കണല്ലോ, വലിക്കണല്ലേ. വിവേകാനന്ദ കുറച്ച് ഇന്റിമേറ്റ് സീൻസിലൊക്കെ വരുന്നുണ്ടല്ലോ. ഇന്റിമേറ്റ് സീൻസിലൂടെയാണല്ലോ എല്ലാവരും മൂവിയിൽ വരുന്നത്. ഉണ്ണി മുകുന്ദനെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞത് എനിക്ക് കുറച്ച് മടിയാണ്. മടിയായിരിക്കും, അതുകൊണ്ടാണ്. ഹായ് ഹലോ, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ കൂടെ വിവേകാനന്ദൻ വൈറലാണ് മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് മെറീന മൈക്കിൾ, ഗ്രീസ് ആന്റണി ആൻഡ് നമ്മുടെ സ്വന്തം ഷൈൻ ചേട്ടൻ. ഹായ് ഗൈസ്. എല്ലാരും സ്വന്തം. ഹായ് ഗൈസ്. ഓക്കെ, വിവേകാനന്ദനാണ് ഇപ്പൊ വൈറലായിട്ടിരിക്കുന്നത്. സാധാരണ വൈറലായല്ലോ. ഷൈൻ ചേട്ടൻ പണ്ടേ വൈറലാണ്, ഇപ്പൊ വിവേകാനന്ദനും വൈറലാണ് അല്ലേ? അല്ലേ? പറഞ്ഞോളൂ, വിവേകാനന്ദൻ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് വിവേകാനന്ദൻ? വിവേകാനന്ദൻ ആൺകുട്ടിയാണ്. അത് കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഇയാൾക്ക് ഒരുപാട് പെൺസുഹൃത്തുക്കളുണ്ട്. ആ പെൺസുഹൃത്തുക്കള് റിലേഷൻസ് ഉണ്ട്, ഒരുപാട് റിലേഷൻസ് ഉണ്ട്. വിവാഹത്തിന് ശേഷം അങ്ങനത്തെ ബന്ധങ്ങൾ തുടരുന്ന ഒരു വ്യക്തിയാണ്. പുതിയ പെൺകുട്ടികളെ നോട്ടമിട്ട് നടക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണെന്ന് പറയാം അല്ലേ? അതൊക്കെ അതൊന്നും മനസ്സിലാവുന്നുണ്ടല്ലോ. കോഴിയാണല്ലേ? കോഴി ഇങ്ങനെ പെൺപിള്ളേരെ ഇങ്ങനെ വായി നോക്കി നടക്കുന്ന ചിക്കൻ പറഞ്ഞാ ചിക്കൻ പെൺപിള്ളേരല്ലേ? ചിക്കൻ എന്താ പറയുന്നത്? അത് കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു. അല്ലെ? അങ്ങനെയല്ലേ ഇപ്പൊ പെൺപിള്ളേരല്ലേ ചിക്സ് എന്ന് പറയുന്നത്? അപ്പൊ കോഴി തന്നെ വിളിക്കാം, കുറച്ച് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വിവേകാനന്ദൻ ഇങ്ങനെ വൈറലായിട്ട് പോയോണ്ടിരിക്കുകയാണ്. ഇനി പറഞ്ഞോളൂ ക്യാരക്ടർ ഡയാന. ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. വിവേകാനന്ദന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇയാള്. പെങ്ങളല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പറഞ്ഞത്, മനസ്സിലായി. നമ്മൾ വഴിതിരിച്ചു വിടണം ഇവർക്ക്. പക്ഷെ ആ പടം ഉണ്ടല്ലോ, നിങ്ങള് സ്വാസിക ചേച്ചി അനിയത്തി അങ്ങനെ നിൽക്കില്ല. കണ്ടില്ലേ പോസ്റ്റർ? അമ്മ സ്വാസിക, ഞാൻ അനിയത്തി, ഞാൻ മൂത്തമ്മ, അമ്മയോ അമ്മായി കന്നഡ വെച്ച അമ്മായി ലുക്ക് ഇവിടുന്ന്. അല്ല, ഇതൊന്നും രസിക്കുന്നില്ല ഒരാൾക്കും പോയാ. അല്ല, ആ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാനാണോ ഈ കന്നഡ കൊണ്ടുവന്നത്? അല്ല, ഈ കന്നഡ ഷൈൻ ടോം ചാക്കോനാണ്. ഇത് ഷൈൻ ചേട്ടന്റെ കന്നഡയാണ്. ഷൈനിന്റെ എല്ലാ ആക്സസറീസും അടിച്ചു മാറ്റുന്നത് ഞാനാണ്. എല്ലാ ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിടുന്നത്. ഓക്കെ, അത് പോട്ടെ, അത് പോട്ടെ. പോക്കറ്റിലൊന്നും അടിച്ചു പറ്റാറില്ല. ഫോണ് സാധനങ്ങളൊന്നും. കണ്ണാട, തൊപ്പി, ആ സാധനങ്ങളൊക്കെ 500 രൂപയാണ് എന്റെ ബഡ്ജറ്റ്. അതിന്റെ ഉള്ളിൽ അപ്പൊ ഈ കണ്ണടയ്ക്ക് 500 രൂപയുള്ളൂ? ഈ കണ്ണടയ്ക്ക് അത്രയും ഇല്ല. ഉത്സവപ്പറമ്പിൽ മേടിച്ചാണോ? ഉത്സവപ്പറമ്പിൽ കിട്ടില്ല. ഇത് സാബിത്താണ് ഇത് കണ്ടുപിടിച്ച് വരുന്നത്, പക്ഷെ വേറെ വൈബ് അത്. ഇത് മറ്റേ നമ്മള് വർക്ക്ഷോപ്പില് ഈ സാധനം കണ്ണി തെറിക്കാതിരിക്കാൻ വെക്കില്ല സാധനം. തൊഴിലായി. എക്സ്റേ വെൽഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. ആ, വെൽഡിംഗ് ചെയ്യണോ? പക്ഷെ അവളത് വെൽഡ് ചെയ്ത് എടുത്തു. നമ്മള് വിഷയം മാറിപ്പോണു. അതെ അതെ, വിവേകാനന്ദനെ കുറിച്ച് പറയാനാണ് വന്നത് അല്ലേ? ഷൈൻ ചേട്ടന്റെ 100th മൂവിയാണ്. ഈ മൂവിക്ക് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് കൂടെ മാർക്കറ്റിംഗിന് വേണ്ടി മാത്രമാണ് നമുക്ക്. അല്ല, സത്യമായിട്ടുള്ള കാര്യമാണ് ആണല്ലോ. ആണ്. അപ്പൊ അതിന് ഈ മൂവിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതുകൊണ്ട് മൂവിക്കും കഥയ്ക്കും ഒന്നും പ്രത്യേകതകൾ വരില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഫംഗ്ഷനും അല്ലെങ്കിൽ അത് പ്രൊമോഷനൊക്കെ ആയിട്ട് ഉപയോഗിക്കാന്ന് മാത്രം. സിനിമ എപ്പോഴും അതുകൊണ്ടല്ലല്ലോ ആളുകൾ വരുന്നതും കാണുന്നതും ഒന്നും. നമ്മുടെ ആദ്യത്തെ പടായതും 100 പടായും 1000 പടം അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. എന്ത് ബഡ്ജറ്റിൽ ചെയ്തു എന്ന് അറിയണ്ട, നമ്മുടെ കഷ്ടപ്പാട് എന്താണ് ഒന്നും അറിയണ്ട. അവർക്ക് കാണുമ്പോൾ അത് എൻ്റർടൈനിങ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം എൻ്റർടൈനിങ് ആയിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എൻ്റർടൈനിങ് ആണുള്ളതും നിങ്ങൾ തീരുമാനിക്കണം പടം റിലീസായതിനു ശേഷം. അത് നിങ്ങൾക്ക് എൻ്റർടൈനിങ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വിടാത്തത്. എന്താ പറഞ്ഞേ നിങ്ങള്? എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായി കണ്ടന്റ് കിട്ടിയില്ലേ?
ഓക്കെ, ഇപ്പൊ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയി വന്നു, ഇപ്പൊ ഇവിടെ വരെ എത്തി. അപ്പൊ ആദ്യം 1-2 തവണ പിന്നെ നോക്കാമെന്ന് ഷൈൻ ചേട്ടനോട് കമൽ സാർ മൂവിയുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു ഒരു അടുത്ത പടത്തിൽ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. ആ സാറിന്റെ തന്നെ ചേട്ടന്റെ 100th മൂവി സാറിന്റെ ഒരു തിരിച്ചുവരവ് നല്ല കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം വരുവാണ്. അപ്പൊ ഈ ഒരു മൊമെന്റ് ചേട്ടൻ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇമോഷൻ ചേട്ടൻ്റെ ഫീൽ എങ്ങനെയാണ്? അതിന്റെ ഫീലിംഗ് നമുക്ക് അങ്ങനെ 100ാമത്തെ പടം ചെയ്യുമ്പോഴൊന്നും ഇല്ല. നമുക്ക് സാറിന്റെ കൂടെ പടം ചെയ്യാൻ സാറ് അന്നോ എന്ന് പറയുന്ന പോയിന്റിലാണ് ഏറ്റവും അധികം നമ്മൾ എക്സൈറ്റഡ് അല്ല, നമ്മൾക്ക് സമാധാനമാവും ജീവിതത്തിൽ. കാരണം നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനത്തിലേക്ക് നമുക്ക് കിട്ടി. ഇത് പിന്നെ ഒരു പടം ചെയ്തുകൊണ്ടോ 100 പടം ചെയ്തുകൊണ്ടോ ഒന്നും നമ്മുടെ പടം ചെയ്യാനുള്ള ആഗ്രഹവും തീരുന്നില്ല, നമ്മുടെ ടെൻഷനും തീരുന്നില്ല. കാരണം നമ്മൾ എല്ലാ അടുത്തടുത്ത പടങ്ങളും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം, എന്നാലാണ് ഇത് മുന്നോട്ട് പോകുള്ളൂ. ഇപ്പോൾ മമ്മൂക്കി മോഹൻലാൽ കുറേ അവാർഡ് കിട്ടി, അവരെവിടെയെങ്കിലും നിർത്തുന്നുണ്ടാ? അവർക്ക് ഇത്രയും കാലമായി നിർത്തുന്നുണ്ടാ? അവരിപ്പോഴും എത്തും. ഒരു പടത്തിന്റെ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് അടുത്ത പടത്തിന്റെ ലൊക്കേഷനിലേക്ക് പിറ്റേ ദിവസം പോണത്, ഗ്യാപ്പുകൾ പോലും എടുക്കുന്നില്ല. അപ്പൊ അത് നമ്മൾ ചെയ്യാൻ ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഞാൻ ചേട്ടനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യം അത് ചോദിക്കാൻ പോവാ. എവിടെ ചെന്നാലും ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇത്രയും പേര് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആരാധ അവരോട് ചോദിച്ചാൽ അത് ചേട്ടൻ തന്നെ. അത് സ്റ്റേജിൽ പോയാലും ചേട്ടൻ തന്നെ, സിനിമയിലാണെങ്കിലും ചേട്ടൻ തന്നെ. ഇത് എങ്ങനെ സാധിക്കുന്നത്? എല്ലാരും സെന്റർ ഓഫ് അട്രാക്ഷൻ അതാരായിരുന്നു? അതിനെ പറ്റി ഇപ്പൊ ഇവിടെ ചർച്ച കഴിഞ്ഞ കാര്യങ്ങൾ എന്തിനാ? കഴിഞ്ഞ കാര്യം ഞങ്ങൾക്ക് അറിയാനിട്ടല്ല. പിന്നെ അല്ല ചേട്ടൻ പറഞ്ഞില്ല. സെന്റർ ഓഫ് അട്രാക്ഷൻ നമുക്ക് 5 പേര് വരുന്നു. അതില് ഒരാൾ കള്ളു കുടിച്ച് വട്ടം നരിഞ്ഞ് കുഴപ്പിച്ച് വരുമ്പോ അയാളെ നോക്കുക. അപ്പൊ അതുകൊണ്ടായിരിക്കും നോക്കണത്. അതിനോട് ഇങ്ങനെ ഇളകി തിരിഞ്ഞ് മറിഞ്ഞ് കളിച്ച് അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണമല്ലേ? കുറച്ച് ഓവറായിട്ടല്ല എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ നോക്കില്ലല്ലോ, ശ്രദ്ധിക്കൂന്ന്. അപ്പൊ ഇത് സ്ട്രാറ്റജിയാണോ? അതാണ്. അങ്ങനെയല്ല, നമുക്ക് കുറെ വേണം, നമ്മൾ നാണമില്ലാത്തവരും അപ്പൊ അങ്ങനെ ആവും. ഷൈ ഇല്ലാത്തവരും അല്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ട് പറഞ്ഞൊന്നും ചെയ്യാനില്ല. ഓക്കെ, മെറീനയുടെ 10ാമത്തെ വർഷമാണ് സിനിമയിലേക്ക് വന്നിട്ട്. 2014 സ്റ്റാർട്ട് ചെയ്തതാ സിനിമയോ? ഞാൻ വിക്കിപീഡിയ 2014 ഞാൻ മോഡലിംഗ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത്. ഞാനൊരു 16 എന്തോ ആയ സമയത്താണ്. 2016. ഓക്കെ, അപ്പൊ അവര് 2 വർഷം തെറ്റിയിട്ടുള്ളൂ. 2014 മുതൽ പ്രസന്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ 10th ഇയർ ആണ്. അങ്ങനെ ആവട്ടെ, 10th ഇയർ ആവട്ടെ, നല്ലതല്ലേ? ഓക്കെ, വിക്കിപീഡിയക്ക് തെറ്റുപറ്റിയതായിരിക്കാം. വല്ലാണ്ട് തെറ്റുപറ്റുന്നു. വേറെന്താ പറ്റിയേക്കുന്നത്? അല്ലല്ല, ഞാൻ പറഞ്ഞു. അല്ല, എന്തായിരുന്നു വിഷയം? എന്തായിരുന്നു? എന്താടാ ചോദിച്ചേ? സിനിമ ജേണിയെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? സിനിമ ചെയ്യുന്നതിനെ പറയണ്ട. ഈ 8 ഇയേഴ്സ് എങ്ങനെയായിരുന്നു? 8 ഇയേഴ്സ് ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. കാരണം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമയെ പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പം ഷൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അല്ല, നമുക്ക് കമ്പയർ ചെയ്യാലോ. കമ്പയർ ചെയ്യുമ്പോഴാണല്ലോ കുറച്ചുകൂടെ രസം ഉണ്ടാവും, പറയാൻ ഈസി അല്ലെ? കമ്പാരിസൺ ആണ് ഇപ്പൊ എപ്പോഴും നല്ലത്. സോ ഷൈനൊക്കെ ഓൾറെഡി ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഷൈൻ സിനിമയിലേക്ക് വരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ മോഡലിംഗിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ എൻ്റെ ഒരു മോഡലിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ഡിഫറെൻ്റ് ആണ്. എപ്പോഴും ഞാൻ റാം ട്രെയിൻ മോഡലാണ്. അപ്പോൾ കുറേ റാം ഷോസ് ഒക്കെ ഞാൻ കൊച്ചിയിൽ ചെയ്തിട്ടുള്ള പരിചയവും പരസ്യങ്ങൾ ചെയ്തിട്ടുള്ള പരിചയമുള്ളൂ. സിനിമയിൽ ത്രൂ ഔട്ട് അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള പരിചയമില്ല. അപ്പം ഒരു പുതിയൊരു വേൾഡാണ്, ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കൂട്ടുകുടുംബം പോലെയാണ്. നമ്മളെ പ്രശ്നങ്ങളുണ്ടാവും, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി മീറ്റിംഗ് ഗ്യാതറിംഗ് ഒക്കെ എങ്ങനെയാണ് അതുപോലെ. അപ്പം 10, 20, 25 ദിവസം അല്ലെങ്കിൽ 35 ദിവസം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വർക്ക് വരുമ്പോൾ പുതിയ ആൾക്കാർ. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ടീം അല്ലെങ്കിൽ നമുക്കൊരു സ്ഥിരമായിട്ടൊരു ആൾക്കാർ എന്നുള്ളൊരിതില്ല. സാധാരണ നമ്മൾ ഓഫീസ് ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന മുഖങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഇതിപ്പോൾ 20 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 പടങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇവരെ പിന്നെയും നമ്മൾ കാണും. അപ്പോൾ അതിൻ്റെയൊക്കെ ചേഞ്ച് എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ചേഞ്ച് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ എക്സ്പീരിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ആദ്യം ചെയ്ത വർക്ക് ഇപ്പോഴത്തെ വർക്ക് നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. പഠിക്കുവാണല്ലോ ബേസിക്കലി. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമൽ സാറിന്റെ പടത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അറിയാത്ത കാര്യങ്ങൾ ചോദിക്കും, സംശയങ്ങൾ കൂടുതൽ ചോദിക്കുന്നത് ഞാനാണ്. ഞാൻ ആസ് എ സ്റ്റുഡന്റ് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. യെസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ ചോദിക്കും.
അതെന്താ അത് എങ്ങനെയാന്ന് ചോദിക്കും. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരിക്കും, പക്ഷെ ഞാൻ ചോദിക്കാറുണ്ട്. അല്ല അത് തെറ്റല്ല. അതൊരു തെറ്റല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പുതിയ അറിവുകളോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നല്ലതെന്ന് ചിന്തിക്കുന്ന ആളാണ്. അപ്പം പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഗ്രേസും 8 years ആയി, 2016, 24 കറക്റ്റ് ആണ്, 8 വർഷമായി അല്ലേ? ഇനിയിപ്പോ നമ്മൾ ഈ സിനിമയിൽ വിവേകാനന്ദനെ കാണാൻ പോകുന്നത് ഇതുവരെ കണ്ട, അല്ലെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സിലോ അല്ലെങ്കിൽ ഇപ്പൊ അതുപോലെ കണ്ട ഒരു കഥാപാത്രം പോലെയൊക്കെ ഉള്ള ഒരു വീട്ടമ്മ അങ്ങനെ തന്നെയാണോ വരുന്നത്? ഇതിനകത്തും നല്ല ഡിഫറൻസ് ഉണ്ട്. എന്റെ ഏജ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഇത്. ഓ ഓക്കെ. വീട്ടമ്മയൊന്നുമല്ല. അല്ല, വീട്ടമ്മ എന്ന് പറഞ്ഞാല് വീട്ടമ്മയായിട്ട് അങ്ങനത്തെ ഒരു റിലേഷൻ വിവേകാനന്ദന് വരുന്നത് സ്വാസികയായിട്ടാണ്. ഞാൻ ഡബിങ് അടിച്ചോ? ശരി, ഞാനോ? ഇല്ല, സിനിമയിലേക്ക് വരാൻ ആഗ്രഹമുള്ള ഒരു ക്യാരക്ടറാണ്. സിനിമയിൽ അഭിനയിക്കണം, പക്ഷെ അഭിനയിക്കാൻ വലിയ അറിവൊന്നുമില്ല. അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഐഡിയ ഇല്ല. മോശം നടി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് സിനിമയിലേക്ക് വരാൻ, ഡബ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബാക്കി ആർട്ടിസ്റ്റുകൾക്കൊക്കെ ചളവായി പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് അതിനകത്ത്. അത് വളരെ കുറച്ചായിട്ട് ഇതിനകത്ത് വന്നു പോകുന്നുള്ളൂ. അഭിനയിപ്പിക്കാമെന്നെങ്ങാനും പറഞ്ഞ് പറ്റിക്കുന്ന ആളാണ്. ഓ, വ്യക്തിയുടെ ബാക്കി കാര്യങ്ങളായിട്ടൊന്നും ബന്ധമില്ല. പെങ്ങളാണല്ലോ. പെങ്ങളാണല്ലോ, അത് ശരിയാ, മറന്നുപോയി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. ഓക്കെ, ഷൈൻ ചേട്ടാ, എന്തായാലും ഇപ്പോ റിലേഷൻ നമ്മള് ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ ഭാരത് സർക്കസിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മള് സോഹൻ ചേട്ടനുമായിട്ട്. ഞാൻ ട്രെയിനിന് വേണ്ടി ഓടിപ്പോയതാണോ? അത് ഞാൻ ഓർക്കുന്നു. അപ്പൊ അതല്ല, അപ്പൊ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടൻ ഇനി നെക്സ്റ്റ് ഒരു റിലേഷൻഷിപ്പിൽ ആവുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന്. അപ്പൊ പറഞ്ഞു, ഞാൻ ആവുകയാണെങ്കിൽ അപ്പൊ പറയാമെന്ന്. റിലേഷനിൽ ആവുകയാണെങ്കിൽ അപ്പൊ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ക്വാളിറ്റീസ് നോക്കിയിട്ടല്ലോ നമ്മൾ റിലേഷനിലാവുന്നു. ജോലിക്ക് ആളെടുക്കുന്ന പരിപാടി അല്ലല്ലോ. അല്ല, എന്ത് അപ്പൊ എന്നോട് പറയാമെന്ന് പറയാമോ? പക്ഷെ ഇപ്പൊ കറക്റ്റ് ടൈം അല്ലേ പറയാമെന്ന്. അത് ഞാൻ വെറുതെ അന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞല്ലേ എനിക്ക്. കാരണം വെച്ചിട്ടൊന്നും ആവണതല്ല അത്. പെട്ടുപോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തിലാവുക. നീ ആള് കൊള്ളാലോ. ഇപ്പൊ അവള് പെട്ടുപോയതാണെന്ന് പറയാലോ. അതാ ചോദിച്ചേ, അങ്ങനെ ആവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചേട്ടന്റെ വേർഷനില് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ എന്താ ചെയ്യാൻ പറ്റുക? ബ്യൂട്ടിഫുൾ ആവാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ നമ്മൾ ട്രൈ ചെയ്യാനേ പാടില്ല. എന്താണ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ? അടിയിടിയൊന്നും ഉണ്ടാവാത്ത റിലേഷൻ. എന്നാലും പിന്നെ ബ്യൂട്ടിഫുൾ ഉദ്ദേശം എന്താണ്? ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഹെൽത്തി നല്ല എനിക്ക് പറയാം, അങ്ങനെയല്ല, ഒരു നല്ല റിലേഷൻ എന്ന് പറയുന്നത് തന്നെ രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്നതല്ലേ. അതെന്തായാലും ഹെൽത്തി ആയിരിക്കില്ല, ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ലേ? ഈ വേറെ ആളെയും കൂടി കൺവിൻസ് ചെയ്ത് കൊണ്ടു നടക്കണ്ടേ അല്ലേ? നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് റിലേഷനിലാവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ അച്ഛനും പറഞ്ഞാൽ, ഞങ്ങളൊക്കെ പണ്ട് എത്ര കാലമായി സഹിച്ചോണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഇപ്പൊ ഒന്നാ പറഞ്ഞ രണ്ടാമത്തെ ഡിവോഴ്സ്. അപ്പോൾ അവര് പറയണത് ആ സന്തോഷത്തോടെ ജീവിക്കുന്നല്ലോ. ഓപ്ഷൻ ഇല്ലായിരുന്നു ഇല്ല, അന്ന് ഡിവോഴ്സ് ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. ഇന്ന് പക്ഷെ നമുക്ക് ആ ഒരു ഓപ്ഷൻ കൂടുതലുള്ള കാരണം, അല്ലെങ്കിൽ നമുക്ക് അത് അറിയാം, വെറുതെ എന്തിനാ വെറുതെ അടികൂടി ചെയ്യുന്നു. അതുകൊണ്ട് റിഗ്രറ്റ് ആവും ആൾക്കാർ. പിന്നെ ഇതിന്റെ നൂലാമാലകൾ ആലോചിച്ചിട്ടാണ് കേസും മുട്ടാനും ഒക്കെ ആയി പോയി കുറെ കാലം നടത്തിക്കും. ലിവിങ് ടുഗദർ ആണ് ബെറ്റർ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നല്ലത് ഒറ്റപ്പെട്ട് ജീവിക്കുക. കല്യാണം കഴിഞ്ഞ് മാക്സിമം കല്യാണം കഴിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളണം. മീറ്റ് ആക്കണം എന്ന് തോന്നുമ്പോൾ മീറ്റ് ആവും. അതൊക്കെ നടക്കുമോ? നടക്കില്ല, നമ്മൾ നടക്കും. ആഗ്രഹങ്ങളാണ് അല്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെയും കൂടി കൊണ്ട് നടക്കാനുള്ള പക്വതയാവാൻ നമുക്ക് ജീവിക്കാം. കാരണം നമ്മളിപ്പോഴും ചെറിയ കുട്ടികളെ പോലെ എത്ര വലിയ ആളായാലും ഞാൻ പക്വതയായിട്ടുണ്ട് ഇപ്പൊ. ചേട്ടാ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് നേരത്തെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഫിയാൻസി ഇങ്ങനെ പുറകെ വന്നിരിക്കുമ്പോ എന്തെങ്കിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ ആണല്ലേ? ആണോ? ഒരു ലിമിറ്റേഷൻ എവിടെയെങ്കിലും വരുന്നുണ്ടോ? ചേട്ടനില്ല. ഓക്കെ, ചേട്ടൻ വിവേകാനന്ദനെ പോലെ ഒരാളെ ലൈഫിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അതല്ല ലൈഫിൽ അങ്ങനത്തെ ഒരു കാര്യം ആരും പറഞ്ഞില്ല ഇതുവരെ.
അങ്ങനത്തെ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ കേട്ടില്ല, അല്ലാതെ ഞാൻ നേരിട്ട് ആരും കണ്ടിട്ടില്ല ഇത്. പരിചയത്തിൽ ആരുമില്ല. കാരണം അങ്ങനത്തെ കാര്യങ്ങൾ ആരും പുറത്ത് പറയാറില്ല. അല്ല നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോ അതുപോലത്തെ ആൾക്കാരാണ്. മനസ്സിലായോ? അങ്ങനത്തെ അനുഭവങ്ങളുണ്ട് അതിന്റെ ഈ സംഭവത്തിലല്ല. പക്ഷെ നമ്മൾ സിനിമ കണ്ടിട്ട് നമ്മൾ ജീവിതത്തില് അയാൾ അങ്ങനെ ആയിരിക്കും വിചാരിക്കുമ്പോ അയാൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കാത്ത ഒരു വ്യക്തി ആവാം ചിലപ്പോ അങ്ങനെ. കാരണം ഇത് പുറത്തേക്ക് പ്രകടമല്ലാത്ത, ആരും കാണിക്കാത്തൊരു സംഭവം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. സന്തോഷം. ഓക്കെ, ഇതെന്തോ നല്ല ചോമ്പ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. റെഡ് ഇഷ്ടല്ല? മോളെ ഇത് തീർക്കണ്ടേ നമുക്ക്? റെഡ് ഇഷ്ടല്ല അതിനിടയ്ക്ക് അങ്ങോട്ട് ചോദിച്ചതാ. നീ വെള്ളം കുടിക്കരുത്. അതൊക്കെ അട്ടിട്ട് കളയണം ഒരു. എന്നിട്ട് വേറെ എപ്പിസോഡ് സ്പെഷ്യലായിട്ട് ഇടും. അതൊക്കെ അട്ടിട്ട് കളയണേ. എന്നിട്ട് എടുത്തു വെച്ചോളൂ, സെപ്പറേറ്റ് എപ്പിസോഡ് ഇടും. എവിടെ സെഗ്മെന്റ് ഉറക്കം വരുന്നുണ്ട്, വിശക്കുണ്ടല്ലേ? സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. അപ്പൊ ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടും പറയാം, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും സ്വന്തം വിചാരിക്കുന്നതാണ്. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും രണ്ടും പറയണം. ആസ് ആൻ ആക്ടർ ഏതായാലും കുഴപ്പമില്ല. ആസ് ആൻ ആക്ടർ സ്ട്രെങ്ത് ഡബിങ്, ഐ ക്യാൻ ഡബ്. വീക്ക്നെസ് വേറൊരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലത്തെ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടാവും തോന്നിയിട്ടുണ്ട്. അതൊരു വീക്ക് പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ഫോർ എക്സാമ്പിൾ ഞാൻ ലെസ്ബിയൻ ആയിട്ട് അഭിനയിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് വന്നിട്ട് നാളെ ഞാൻ ലെസ്ബിയൻ ആയിട്ട് ആക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഫിസിക്കലി ഞാൻ അങ്ങനെ അല്ലാത്തതുകൊണ്ട് എനിക്കത് റിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം വലിയ വലിയ ആക്ടേഴ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഷോർട്ട് ഓൺ ആയ ഓടിപ്പോയി അങ്ങ് ചെയ്തിട്ട് പറ്റില്ല. സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് പരിപാടി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഗ്രേസ് അന്ന് പേഴ്സണലി പറഞ്ഞോളൂ. എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഇതാണ്. ഞാൻ മറ്റുള്ളവർ പറയുന്നത് ബോദർ ചെയ്യാറില്ല. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിൽ ചുറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതിനെ ഞാൻ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. എനിക്ക് ശരിക്കും തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. ഒരു ഗട്ട് ഫീൽ ഉണ്ടാവുമല്ലോ നമുക്ക്, അതിൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഞാൻ മറ്റുള്ളവരൊന്നും ഓക്കെ, ക്രിറ്റിസിസം കേൾക്കാറ്. ഓക്കെ, അല്ല ഇപ്പൊ വീട്ടിലാണെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ ഇപ്പം ഈ ഫോർ എക്സാമ്പിൾ ഈ പടം സെലക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ തന്നെയാണല്ലോ. അപ്പം അത് പരാജയപ്പെടുമ്പോഴും വിജയിക്കുമ്പോഴും അതെല്ലാം അതിന്റെ ഉത്തരവാദിത്വം എല്ലാം നമ്മുടെ തലയിലായിരിക്കണം. പക്ഷെ അപ്പം ചിലപ്പം പാരന്റ്സ് പറയും നിനക്ക് അത് ചെയ്യാമായിരുന്നു, നിനക്ക് ഇത് ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഡിസിഷൻ കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അത് എനിക്കൊരു വീക്ക്നെസ് ആയിട്ട് തോന്നി. ഓക്കെ, ഷൈൻ ചേട്ടന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യാറും അല്ലെങ്കിൽ അനലൈസ് ചെയ്യാറൊന്നുമില്ല, ചെയ്യാറില്ല. അത് തന്നെയാണ് അതിന്റെ സ്ട്രെങ്ത്തും. അത് അനലൈസ് ചെയ്യാറുമില്ല, ചിന്തിക്കാറില്ല. അത് തന്നെയാണ് എൻ്റെ വീക്ക്നെസ്. ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് അപ്പൊ എപ്പോഴായിരിക്കും? എന്ത് ചെയ്യുമ്പോൾ അപ്പാർട്ട് ഫ്രം സിനിമ ഹാപ്പിനെസ് കിട്ടുന്നതാ. ഹാപ്പിനെസ് കിട്ടുന്നത് പിന്നെ ഹാപ്പിനെസ്സിനുള്ള എന്തെങ്കിലും മരുന്നുകളൊക്കെ അടിക്കുമ്പോഴായിരിക്കും. മരുന്നോ? ആ, ഹാപ്പി ആയിട്ടിരിക്കാം. നമ്മൾ ഗ്യാസിൻ്റെ ഉള്ളിൽ കഴിക്കില്ലേ, അങ്ങനെ ഒരു ടാബ്ലറ്റ് ഉണ്ടോ? ഉണ്ടാവും, അന്വേഷിച്ചു. ഇല്ല, ഹാപ്പിനെസ് നമുക്ക് എന്ത് ചെയ്യുമ്പോഴാ, എനിക്ക് എന്ത് ചെയ്യുമ്പോഴാ ഹാപ്പിനെസ് എന്ന് എനിക്കറിയാം. ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അഭിനയിക്കാന്ന് പറഞ്ഞില്ലേ, അത് അപ്പാർട്ട് ഫ്രം സിനിമ ഞാൻ ആദ്യമേ ചോദിച്ചത്. സിനിമ അല്ലാതെ വേറൊരു കാര്യം പറയാൻ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ എനിക്ക് കുറച്ച് ഹാപ്പിനെസ് വേണം രാവിലെ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ അങ്ങനെ ആണാ. ഞാൻ അതുപോലെ ഇപ്പൊ എനിക്കാണെങ്കിൽ ഡാൻസ് ഇഷ്ടമാണ്. അതുപോലെ എന്നിട്ട് നിങ്ങൾ അന്ന് ഡാൻസ് ഹാപ്പിനെസ് വേണ്ടാതിരിക്കുന്നു. അല്ല, അതിന്റെ വീട്ടിൽ പോകുമ്പോൾ ഹാപ്പിനെസ് ചിരിക്കുന്നതിന് കുറവില്ല. അപ്പൊ ഹാപ്പിനെസ് ആണോ സങ്കടമാണോ? ചേട്ടാ ക്യാമറ ഓടിച്ചിട്ട് വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരയാൻ പറ്റുമോ? അപ്പൊ പിന്നെ വെറുതെ അഭിനയിക്കണോ? അല്ലല്ലോ, ഇങ്ങനെയാണ്. അപ്പൊ ജോലി ഇഷ്ടം കൊണ്ട് ചെയ്യണല്ല. ആണ് അല്ല, അതാ ഞാൻ പറഞ്ഞ അപ്പാർട്ട് ഫ്രം സിനിമ. അതുപോലെ അപ്പാർട്ട് ഫ്രം ഇതിന്റെ ജോലിയാണല്ലോ. ആയിട്ട് നമ്മളങ്ങനെ വേറെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം മൊത്തം ഹാപ്പിനെസ് തന്നെയാണ്. ഓക്കെ, എനിക്ക് ചോദ്യം അതിന്റെ
അവിടെ കഴിഞ്ഞിട്ട് വേണ്ട ഇവിടെ പറയാം. പറഞ്ഞോളൂ. ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക ആൻസർ വരാൻ. ഫുഡ് ഗുഡ് ഫുഡ് ഇപ്പൊ നന്നായിരിക്കും. ഇപ്പത്തെ സിറ്റുവേഷനിൽ വിയേർഡ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് ഒക്കെ നോക്കിയിട്ടുണ്ടോ? വിയേർഡ് ആയിട്ടുള്ള ഫുഡോ? വിയേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോമ്പിനേഷൻസ്? മറ്റേ പഴംപൊരി ബീഫ് അങ്ങനത്തെ സാധനങ്ങളാണ്. പഴംപൊരി ബീഫ് പക്ഷെ അടിപൊളിയാട്ടോ. ആണല്ലേ? അതിനെ പറ്റി നമ്മൾ ചർച്ച ഇല്ല. എനിക്ക് ഇങ്ങനെ സീസണൽ ഹാപ്പിനെസ് ആണ്. ചിലപ്പോ കോഴിക്കോട് ആയതുകൊണ്ട് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്, ട്രാവലിംഗ് ഇഷ്ടമാണ്. ഇതൊക്കെയാണ് എന്റെ പേഴ്സണൽ സ്പേസ് ആണ് എന്റെ ഹാപ്പിനെസ്. കഴിഞ്ഞല്ലോ. ട്രാവലിംഗ് പറഞ്ഞല്ലോ. ആയിട്ടുണ്ട് ഇപ്പൊ കുറച്ച്, അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടു. ഇപ്പൊ ഇപ്പൊ ഈ ഇടയ്ക്ക് ഫ്രാൻസിലും ആംസ്റ്റർഡാമിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ? ആംസ്റ്റർഡാമിൽ പോയോ? അറിഞ്ഞില്ലേ? അവിടെ ലീഗലാ, അവിടുത്തെ കാര്യം പറയാം. അവിടെ ഇല്ല അല്ല അവിടെ ഇവിടെ പ്രശ്നമില്ല. ഞാൻ പോയിട്ടില്ല. പോണോട്ടാ പറഞ്ഞു. ഇപ്പൊ ആംസ്റ്റർഡാം വരെ പോണ്ട, തായ്ലൻഡിൽ പോയി കിട്ടും. തായ്ലൻഡിലാ? അവിടെ ലീഗലാ. തായ്ലൻഡിൽ പോയായിരുന്നു? പോയിരുന്നാ? അല്ല ഞാനല്ല, ചേട്ടൻ പോയായിരുന്നു. ഞാൻ പറഞ്ഞ അവിടെ ലീഗലാന്ന്, ആംസ്റ്റർഡാം വരെ പോകണ്ടാന്ന്. ഓ അത്രയും ദൂരം പോണ്ടാണ്. അല്ല അല്ല നമ്മള് വലിക്കാൻ വേണ്ടി പോകാറുണ്ട് അങ്ങോട്ട്. അങ്ങനെ സുഹൃത്തുക്കളുണ്ട്. ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ വലിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് തായ്ലൻഡിൽ പോകും. അത് വലിക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ പിന്നെ ഇവിടെ ലീഗൽ എല്ലാ സാധനം നമ്മളെങ്ങനെ ഉപയോഗിക്കുക? പക്ഷെ ഇവിടെ ഇല്ലീഗലായിട്ട് എല്ലാം നടക്കണില്ല ചേട്ടാ. നടക്കണ്ടാ? എനിക്കറിയാൻ ഇല്ലീഗൽ ആയിട്ടുള്ള നടക്കുക, നടക്കാൻ പാടില്ലല്ലോ. അതുപോലെ പോലീസ് പിടിക്കണേ. അത് വലിക്കുന്നവരല്ലേ പിടിച്ചോളൂ. അത് ന്യൂസ് വരുമ്പോ കാണുന്നില്ല, അപ്പൊ നമുക്ക് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. കച്ചവടം ചെയ്യുന്ന ആളല്ലേ പിടിക്കണത്? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ഇല്ല ഞാൻ എന്റെ മൈൻഡ് ജസ്റ്റ് മാറിപ്പോയി. പേടിച്ചു പോയി പോലീസ് പിടിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ എല്ലാവരും പോലും പിടിക്കണ്ട. ഇല്ലില്ല അതല്ല. ഓക്കെ ഓക്കെ അത് വിടാം. അതായിരിക്കും നല്ലത്. അതല്ല. ഓക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു മാന്റെ പുറകിലും ഒരു വിമൺ ഉണ്ടെന്നാണല്ലോ. ഒരുപാട് ഉണ്ട്. അങ്ങനെ പറഞ്ഞ ചേട്ടൻ ആരുടെ പേരായിരിക്കും? അങ്ങനെ ഒരാളുടെ പേര് പറയാമോ? എന്നാ രണ്ടുപേരുടെ പേര്. രണ്ടുപേര് പറയാൻ പറ്റില്ല. 3. എന്നാ ആരുടെങ്കിലും പറയൂ. ചേട്ടൻ ആരും ഇല്ലേ അപ്പൊ? എന്താണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാന്റെ പിന്നിൽ ഉണ്ടാവുന്നത്? അയാളുടെ അമ്മയായിരിക്കും. കാരണം അമ്മയെ നല്ല അയാൾ ഉണ്ടാവും. ഓക്കെ അല്ലേ? അതെ അതാണ് ഉത്തരം. ഉത്തരം എന്നല്ല, ഒരു ഉത്തരം പറയാൻ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ മറീനയുടെ ലൈഫിൽ ആരായിരിക്കും? പെണ്ണോ ആണോ? അല്ല തിരിച്ചും പറയാലോ. അങ്ങനെയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉണ്ടാവും. എന്താ പറയണ്ടേ? പെണ്ണെന്നാണോ ആണെന്നാണോ? ഇപ്പൊ മെറീന മൈക്കിൾ ഇത്ര ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഇതിന്റെ പുറകിൽ ബിഹൈൻഡ് ദ സീൻസിലുള്ള ഒരു ഹെൽപ്പ് ചെയ്ത കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ആരായിരുന്നു? ഫസ്റ്റ് പോയിന്റ്, ഞാനൊരു സക്സസ്ഫുൾ ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല പേഴ്സണലി. ഞാൻ ആ ഒരു ജേർണിയിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എന്റെ അമ്മയാണ്. പിന്നെ എന്റെ കപ്പിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ഒന്ന് അമൃത, അമ്മു, ജസ്റ്റ്. യെസ്, ഈ രണ്ടുപേരും ആണ് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിക്കുന്ന ആളുകൾ. ജനുവൻലി അമ്മൂനറിയാം. യെസ്. അല്ല എനിക്ക് ഗ്രേസ് നോക്കുമ്പോ നമ്മൾ ടീച്ചേഴ്സ് വന്ന് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ എന്താണ് എന്നോടാണല്ലോ എന്താണ് മറ്റേ സൗബിക്ക് ചോദിക്കുന്നത്? എന്താണ് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാന്റെ പുറകിൽ ഒരു വിമൺ ഉണ്ടാവുന്നു. അതുപോലെ തിരിച്ചും ഇപ്പൊ നമ്മുടെ ആണെങ്കിലും നമ്മുടെ പുറകിൽ ഇതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ടാവും. അതാരായിരിക്കും? പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരുപാട് ആളുകൾ. അങ്ങനെ പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നു. ഇപ്പൊ അമ്മ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ. അത് പക്ഷെ അവര് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഡെഫിനറ്റ്ലി ഇവിടം വരെ എത്തിയത്. പക്ഷെ എനിക്ക് ഒരാൾ പറയാൻ പറ്റില്ലടോ. ഞാനോ? അങ്ങനെ ഇങ്ങോട്ട് ചോദിക്കണ്ടോ? അല്ല സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. പാരന്റ്സ് സപ്പോർട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ബോളിവുഡ് ആക്ടേഴ്സ് കങ്കണ റണൌത്ത് വീട് വിട്ടു. അല്ല അങ്ങനെയല്ല, അവര് കരിയറിന് നമ്മള് ഉപദ്രവിക്കാലോ, ടോർച്ചർ ചെയ്യാം. വീട്ടുകാർക്ക് നമ്മളെ ടോർച്ചർ ചെയ്യാൻ വേണമെങ്കിൽ അല്ലെ. നീ പോയാൽ ഞാൻ തൂങ്ങിച്ചാവുന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അതൊന്നും പറഞ്ഞില്ലല്ലോ.
അല്ല പറഞ്ഞതാ. അല്ല അത് ശരി, അത് ഭയങ്കര ടോർച്ചർ തന്നെയാണ് കേട്ടോ സീരിയസ്ലി. പാരന്റ്സിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ടോർച്ചർ ചെയ്യാൻ ഓപ്ഷൻ ഉള്ളത്. എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ വെച്ച് ടോർച്ചർ ചെയ്താണ്. അത് പറയുമ്പോൾ നമുക്ക് നമ്മൾ കംപ്ലീറ്റ്ലി തകർന്നു പോലെ. കാരണം നമുക്ക് ഫാമിലി അവിടെ ഉള്ളതുകൊണ്ടല്ലേ നമ്മളിവിടെ ഒരു ഹാപ്പി ആയിട്ട് എവിടെയെങ്കിലും വന്ന് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഹാപ്പി ആണോ വേറെ എന്തോ ഡാൻസ് ചെയ്യണതാണ്? അയ്യോ, സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് മുന്നോട്ട് ഹാപ്പി ഉണ്ടാവുന്നത് അങ്ങനെ മനസ്സിലായില്ലേ? ഹാപ്പിനെസ് വരുന്ന ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല, ഒരുപാട് കാര്യം ഉണ്ടാവും. ഞാനേ പാടില്ലല്ലോ. ഞാൻ അതിൽ ഒരെണ്ണം പറയണോ? ഓക്കെ, ചേട്ടന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് വിശ്വസിക്കുന്ന ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് യു ടേൺ എടുക്കുന്നു ജീവിതത്തിൽ എപ്പോഴും ടേണിംഗ് പോയിന്റ് സ്ട്രേറ്റ് പോകാൻ പറ്റില്ല. ഇങ്ങനെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടേൺ ചെയ്യുന്ന പോയിന്റ് അല്ലേ ജീവിതത്തിലേക്ക് തിരിച്ച് ഇങ്ങനെ ബാക്കിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെയല്ല. അപ്പൊ നമ്മൾ പറയില്ലേ ഒരാൾ ടേണിംഗ് പോയിന്റ് എന്ന് പറയാ സ്ട്രേറ്റ് ആ ജീവിതം പോകണ്ടത്. ബാക്കിലേക്ക് വരാൻ പറ്റില്ല, തിരിച്ചു പോകാൻ പറ്റില്ല. പറ്റുമോ? തിരിച്ചു പോകാൻ പറ്റില്ല. ടേണിംഗ് പോയിന്റ് അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ആ ഒരു മൊമെന്റ് ആയിരുന്നു എന്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇതൊക്കെ ചോദിക്കുന്നത് ഇതൊക്കെ ഉത്തരം പറയുന്നില്ല. ഇപ്പൊ നമ്മൾ ജനിക്കുന്ന പോയിന്റ് ആയോ അല്ലേ? എനിക്ക് ഭൂമിയിലേക്ക് വരണം എന്ന് വിചാരിച്ച പോയിന്റ് ആയിരിക്കാം അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സിനിമ സെലക്ട് ചെയ്തതായിരിക്കാന്ന് പറയാം അല്ലേ? അത് ഞാൻ സിനിമയിലേക്ക് ചാൻസ് കിട്ടിയതാന്ന് പറയാം അല്ലേ? അതായത് ഈ ക്യാരക്ടർ ചെയ്തതാന്ന് പറയാം, അതായത് ഈ പടം കിട്ടിയതാന്ന് പറയാം. എന്ത് പറഞ്ഞാലും അത് നമ്മൾ പറയുന്നതിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? അതായിരിക്കും പറഞ്ഞുള്ള പോയിന്റ്. നമ്മുടെ ലൈഫിൽ അതായിരിക്കുമല്ലോ. ഒരുപാട് പോയിന്റുകൾ ഉണ്ടാവും അങ്ങനെ. അല്ലെങ്കിൽ അങ്ങനത്തെ മുന്നോട്ട് പോകാൻ നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെ ഇതാണ് പ്രശ്നം. ഒരു കാര്യം പോയി കഴിച്ചോളാം. പറഞ്ഞോളൂ. ഇവര് ഭക്ഷണം കഴിക്കാൻ കൊണ്ടോളൂ. ഈ കുട്ടി പറയട്ടെ. അനുവദിക്കോ? പിന്നെ ഞാൻ പറയേണ്ടത് കുടുങ്ങുക പറഞ്ഞോണ്ടിരുന്നത്. അത് അങ്ങനെ ചെയ്യല്ലേ കേട്ടോ. സോറി സോറി സർ. എന്ത് സോറി? ഇത് എത്ര പത്തണം ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് ഇന്ത്യ കൊടുത്താൽ മതിയില്ലേ? അല്ല ഇതാ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അവള് വിശപ്പാണ് ഭക്ഷണം. ലെറ്റ് മീ ടോക്ക് എന്നുള്ളത് ഞാൻ നേരത്തെ കണ്ടില്ലല്ലോ. ഞാൻ സംസാരിക്കണം ലെറ്റ് മീ ടോക്ക്. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ചെയ്യണം. ആണോ? ടേണിംഗ് പോയിന്റ് വ്യതിചലിച്ചു പോയി. ഇങ്ങനത്തെ ഉത്തരം ഞാൻ ചോദിക്കണം. അവരെന്ത് പറയും? വിഷമിരിക്കുക ആണോ? ഒന്ന് വേഗം പറഞ്ഞു. അല്ലെങ്കിൽ വിടില്ല. ചേഞ്ച് ലൈഫിൽ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ട് നമുക്കിപ്പോ ലൈഫിനോടുള്ള ഒരു അപ്രോച്ച് മാറിയത് പപ്പ മരിച്ചതിന് ശേഷം കഴിഞ്ഞ വർഷം. ഔട്ട്ലുക്ക് മാറി. ഒറ്റയ്ക്കായിപ്പോയതിന്റെ അല്ലല്ല, സമാധാനമാണ് ഏറ്റവും ജീവിതത്തിൽ ആവശ്യം എന്ന് എനിക്ക് തോന്നി. അതിനു മുമ്പ് നമ്മളിപ്പോ പറഞ്ഞ പോലെ ഫെയിം അല്ലെങ്കിൽ പൈസ എന്നുള്ളൊരു സാധനം നമ്മൾ ഏറ്റവും ഞാൻ അങ്ങനെയായിരുന്നു. നമ്മളെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കൊരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് കരിയറിൽ സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ്. സോ എൻ്റെ അച്ഛന് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പല തവണ പോയി നിന്നുണ്ട്. അപ്പം ഞാൻ ഒരു 5 വയസ്സ് മുതൽ 7 വയസ്സുള്ള അറ്റ്ലീസ്റ്റ് ഒരു 4-5 കുട്ടികളെ ഞാൻ സ്ഥിരമായി കണ്ടിട്ട് ദിവസങ്ങളുടെ ഗ്യാപ്പിൽ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വറി ചെയ്യുന്ന ആളാണ്. അവരുടെ അത്രയും വലിയ അസുഖമൊന്നും എനിക്കില്ല എന്നുള്ളതും ഇന്ന് കണ്ട അത് ഞാൻ ഡയറക്റ്റ് കണ്ടതാണ്. ഇന്ന് കണ്ട ആൾക്കാരെ ഞാൻ നാളെ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ടൈമിംഗ് എന്നുള്ളത്. നമ്മൾ ഒരുപാട് സമയമുണ്ടെന്ന് വിചാരിക്കുമല്ലോ ലൈഫിൽ. അത് മൊത്തത്തിലൊരു ചേഞ്ച് ആയിപ്പോയി എനിക്ക്. സോ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ എല്ലാവരോടും പറയും. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഞാൻ പറയും സമാധാനം മതി, നിങ്ങൾക്ക് പോണപ്പോക്കോ കുഴപ്പമില്ല. പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ അടിപിടി ഉണ്ടാക്കി പോകാനാണ് നിങ്ങൾ പൊക്കോ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ഞാനിപ്പം പുറകെ പോയി ആരുടെയും റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം ഒന്നിനും നിൽക്കാറില്ല. അതെ 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 അതായത് ആർഗ്യൂ ചെയ്യേണ്ട ഇടങ്ങളിൽ ഞാനും ഷൈനും തമ്മിൽ ഇഷ്യൂ ഉണ്ടായ ആർഗ്യൂ ചെയ്യേണ്ട ഇടങ്ങളിൽ ഞാനിപ്പോ ആർഗ്യൂ ചെയ്യാറില്ല. കാരണം എന്താ, ഞാൻ ഭയങ്കര ടോക്സിക് ആവും, ഞാൻ ഭയങ്കര പ്രശ്നവും, ഞാൻ ടെൻഷൻ അടിക്കും, എനിക്ക് അറിയാവും. ഞാൻ ഇറങ്ങിപ്പോയി ഞാൻ തീർന്നല്ലോ, സമാധാനമായി. അത്ര അതെ, ഓൾ ദി ബെസ്റ്റ്. അതിന്റെ ഇടക്ക് പെട്ടുപോയി ഒന്നും പറയാൻ. ലൈക്ക് ഞാൻ മൂവ് ഓൺ ചെയ്തു അത്രയും.
അതാണ് എന്റെ ടേണിംഗ് പോയിന്റ്. ഓക്കെ, ഷൈൻ ചേട്ടാ, ഈ വിവേകാനന്ദ കുറച്ച് ഇന്റിമേറ്റ് സീൻസിലൊക്കെ വരുന്നുണ്ടല്ലോ. എന്താ ഇന്റിമേറ്റ് സീൻസിലൂടെയാണല്ലോ എല്ലാവരും മൂവിയിൽ വരുന്നത്. Intimate scenes മാത്രം ഇത്ര എടുക്കും. അല്ല, അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കുറെ പേര് പറഞ്ഞു. ഉണ്ണി മുകുന്ദനെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞായിരുന്നു എനിക്ക് കുറച്ച് മടിയാണ് അങ്ങനെ ചെയ്യാൻ. മടിയായിരിക്കും, അതുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ മടിയുണ്ടോ? എനിക്കൊരു മടിയില്ല, എനിക്കൊരു കുട്ടി ഉണ്ടായത് ഓൾറെഡി. ഇന്റിമേറ്റ് സീൻസ് ഏതൊക്കെയുള്ള കുട്ടി ഉണ്ടാവുന്നത്? അല്ല, അത് സിനിമയിലല്ലേ. സിനിമയിലല്ല, ജീവിതത്തിലെ ഇന്റിമേറ്റ് സീൻസ് ഞാൻ ബുദ്ധിമുട്ടുണ്ടാവും. സിനിമയിൽ ചെയ്യാൻ മടിയുള്ള ആളുകളുണ്ടല്ലോ, അപ്പൊ ചേട്ടൻ അങ്ങനെയാണോ? മടിയൊന്നുമില്ല. സിനിമയിൽ ഈ ജീവിതം മാറ്റി ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് ഇന്റിമേറ്റ് സീനുകൾ അല്ലേ? അങ്ങനെയല്ല നമ്മളെല്ലാവരും മൂവിയിലേക്ക് വരുന്നത്. അപ്പൊ സിനിമയിൽ അത് ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നതാണ്. അതൊരു ട്രിക്കി ആയിട്ടാണ് ഉപയോഗിക്കണേ. അല്ലാതെ നിങ്ങളെന്ന് വെച്ചോ ഇത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന പോലത്തെ പരിപാടിയല്ല. ഒരു ആക്ടിങ്, അതൊരു ആക്ഷനാണ്. ചില ആംഗിളുകളിൽ വെച്ച് എടുക്കുമ്പോൾ അത് അതുപോലെ തോന്നും. പണ്ടത്തെ ആളുകൾ പറഞ്ഞ ക്യാമറ ടെക്നിക്കാണോ? ക്യാമറ പല ആംഗിളിൽ വെച്ച് ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ്. എന്താ വിചാരിച്ചല്ലെങ്കിൽ പിന്നെ ചോദിച്ചതാ